ഹായോ, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കുറേ ആയി നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഒരു മോനെ കാണാൻ പോവുകയാണ്. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു മോനെ കാണാൻ വേണ്ടിയിട്ട്, ലാരി മോളെ. അപ്പൊ അവരെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അവൻ പ്രജയുടെ ഭയങ്കര ഫാനാണ്. കാണണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് ആഗ്രഹം പറഞ്ഞു. അപ്പൊ അവന്റെ ബർത്ത്ഡേ ആണെന്ന് അല്ലേ? അതെ, ഞങ്ങള് കോഴിക്കോട് നിന്ന് വരിക അവനെ കാണാനായി. ഹലോ സ്വാതി ചേച്ചി, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ ഓൾമോസ്റ്റ് എത്തി. ഒരു റോഡിലേക്ക് ഇങ്ങനെ എന്താണ് ഒരു എന്താണ് വെള്ളുക്കര ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ. ഓക്കെ, ഒരു ചെറിയ ഒരു പലചരക്ക് പീടിയന്റെ ഒക്കെ അടുത്ത് കൂടെ ഒരു റോഡ്, ചെറിയ റോഡ്. താഴത്തേക്കാണോ? അതെ അതെ, താഴത്തേക്കാണ്. ഇറങ്ങി വായോ, ഇറങ്ങി വായോ. ഒരു കള്ള് ഷാപ്പ് കാണാം. അതിന്റെ കണ്ടു കള്ള് ഷാപ്പ് കണ്ടു. ഒരു വൈറ്റ് കാറാണോ? അതെ അതെ അതെ. ഞാൻ വീടെത്തി. ഇതാണ് ചേച്ചി, നമ്മുടെ സെലിബ്രിറ്റി ചേച്ചിയും കൂടിയാണ് കേട്ടോ. ചേച്ചിയും വേറെ സെലിബ്രിറ്റി. അവൾക്ക് നാളെ അനിയത്തിക്കുട്ടിയാന്ന് തോന്നുന്നു. ബർത്ത്ഡേ ബോയ് വന്നിട്ടില്ല. കണ്ടിട്ടില്ല, വീഡിയോയിൽ മനസ്സിലായില്ല. അവന് വീഡിയോ മാത്രമേ കാണുള്ളൂ. അപ്പൊ ആ വീഡിയോ മാത്രമേ കാണലുള്ളൂ. ഇതാണ് നമ്മുടെ സൂപ്പർ ഹീറോ. അല്ലേടാ? നോക്ക്, വീഡിയോയില് ബർത്ത്ഡേ ബോയ് ആണ്. ഞങ്ങള് ബർത്ത്ഡേ ബോയ് ആണ്. ചത്താണ് അമ്മേ. അല്ല, ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ പറ്റില്ലേ? ആണോ? ഡാൻസ് കളിക്കണ്ട നമുക്ക്? ഡാൻസ് കളിക്കണ്ടേ? ഡാൻസ് കളിക്കണ്ട? ചത്താണ്. രാവിലെ അവിടുന്ന് തൊഴുത് അവിടുന്ന് ഇറങ്ങാൻ തന്നെ ലേറ്റ് ആയിരുന്നു. 3 മണിക്ക് എത്തിയായിരുന്നു. അതെയോ? നമ്മളവിടെ അവിടുന്ന് തൊഴുത് തന്നെ 8 മണി ആ ടൈമായിട്ട് അങ്ങനെ 1 മണിക്കൊക്കെ അവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ലഞ്ച് കഴിച്ച് നേരെ എന്താ 3 നക്ഷത്രം? സന്തോഷായിട്ട് അവനിങ്ങനെ. കേക്കൊക്കെ കഴിച്ചിരുന്നോ? കേക്ക് മുറിച്ചിരുന്നോ? നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കണ്ടേ? ഡാൻസ് കളിക്കണ്ടേ നമുക്ക്? ചേച്ചിനെ മനസ്സിലായോ? എന്നെ മനസ്സിലായോ കുഞ്ഞു? എന്റെ കണ്ണാ, ഏട്ടനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവന് ചിലപ്പോ മനസ്സിലായിണ്ടാവോ? എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല മുന്നേ? ഏട്ടനെ കണ്ടിട്ടുണ്ടല്ലോ, എന്നെയല്ലേ കാണാത്ത? ആളുകളൊക്കെ ഒരു തവണ കണ്ടാലൊക്കെ മനസ്സിലാക്കി കണ്ടാലൊക്കെ ഉറക്കത്തിന് എണീറ്റ് എടുത്തോണ്ട് വന്നാണ്. അല്ല
ചിരിക്കണോ കണ്ടോ? എന്റെ എന്റെ ബാബേ എന്തേനോ ഓക്കെ എന്നാ ചിരിക്കി ചിരിക്കി ചിരിക്കണം. അച്ഛടാ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ഞങ്ങള് വന്നതാ, അവനെ കാണാൻ വേണ്ടി മാത്രം വന്നാ നമ്മള്. നീ അന്ന് വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ഞാൻ അന്ന് വിചാരിച്ചതാ നിന്നെക്കാണ് നിന്റെ ബർത്ത്ഡേക്ക് എന്നെ വന്നത് എന്ന്. കൂട്ടിട്ട് പോയാലോ പീലേക്ക്? നമുക്ക് പോവാ കോഴിക്കോടിലേക്ക് പോവാ. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് പോവാ. എവിടെയാ ചേച്ചി? ഇവിടെ ഉള്ളോട്ട് പോയിട്ട് അയ്യോടാ ഞാനിങ്ങനെ നിക്കണുണ്ടോ? എന്റെ പൊന്നെ എന്റെടാ അതിങ്ങനെ കിടക്കേണ്ടി വരുമോ? ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ലല്ലേ? കണ്ണ ആരാ വന്നേ? കണ്ണനെ കാണാൻ? എന്റെ കണ്ണനെ കാണാൻ ആരാ വന്നേ? അച്ഛടാ എന്റെ പൊന്നെ കടിക്കോ? പ്രജിനെ കടിക്കോ? കടിക്കോ? പ്രജിനെ കടിക്കോ? ബാബാ ഏട്ടന്റെ വീഡിയോസ് ഒക്കെ കാണുമോ അവൻ? അതെയോ? അത് ശരിയാ, ഫാസ്റ്റ് ആണ് ഇഷ്ടം. അടിച്ചുപൊളിയാ ഇഷ്ടം? ചേച്ചി ഇത് ഡോക്ടറെ കാണിച്ചിട്ട് വയ്യ എന്താ പറയുന്നത്? എവിടെ എവിടെ കാണിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ നിങ്ങൾ വന്നില്ലേ? ഇപ്പൊ ഒരു വേളൂക്കര പഞ്ചായത്ത് പറഞ്ഞില്ല, അവിടെ ഒരു ക്ലിനിക് ഉണ്ട്. അവിടെയാണ് സാർ ഇവിടെ വന്ന് ചെയ്യും. അത് ഈ നെർവിന്റെ ഒക്കെ ട്രീറ്റ്മെന്റാ. ആണല്ലേ? അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ആവോ വയ്യായൊക്കെ? വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ വലുത് കൊടുത്താലൊക്കെ ചെയ്യാനുള്ളത് മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? അതിലൊന്നും ആവാണ്ടാണ് ഇപ്പൊ ഇത് ഈ ഞരമ്പുകളുടെ ഒക്കെ ഒരു ട്രീറ്റ്മെന്റ്. സുഖമായിട്ട് ചാച്ചു കിടക്കാണോ? കംഫർട്ട് ആയിട്ടുണ്ട്. വെള്ളം കുടിക്കുക. സുഖമായിട്ട് കിടക്കാം. ചാച്ചു കിടക്കാണോ? ചാച്ചി കിടക്കാം. ചാച്ചു കിടന്ന് ഉറങ്ങാണോ? എന്റെ കണ്ണ് പിന്നെടാ വീഡിയോയില് മാത്രം ഈ എന്തൊരു സെലിബ്രിറ്റിയാ? ആൾക്കാരുടെ ഫാനാണെന്നറിയോ? ആൾക്കാരുണ്ട് ഓരോ ഫാൻസ് ആയിട്ട്. എല്ലാവർക്കും നമുക്ക് ഡേറ്റ് കൊടുക്കണ്ടേ? എല്ലാവർക്കും ഡേറ്റ് കൊടുക്ക. അതെ അപ്പൊ ഇന്നലെ ഇറങ്ങിയോ വീട്ടിൽ നിന്ന്? ആ ഇന്നലെ രാത്രി ഇറങ്ങി. എനിക്ക് എന്താ വേണ്ടേ? കോഴിക്കോട് കിട്ടില്ല ബിരിയാണി ഒക്കെ കിട്ടുമല്ലോ. നമുക്ക് അവനെ വെച്ച് റീൽ എടുക്കാം. എന്താ വീഡിയോ എടുക്കാം? നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാം. ഏട്ടനല്ലേ സ്പോട്ടിൽ പ്ലാൻ ചെയ്യുന്നത്? പാട്ടൊക്കെ വെച്ച് പ്ലാൻ പറഞ്ഞു കൊടുക്കണ്ട. റീലിന്റെ കാര്യല്ലേ പറഞ്ഞത്? ഒരു പ്ലാൻ പറഞ്ഞേ. എടാ ഒരു പാട്ടിച്ചേ. ഡാൻസ് കളിക്കണല്ലേ? ഡാൻസ് കളിച്ചിട്ട് ഡാൻസ് കളിക്കണം. അല്ലാണ്ട് സമ്മതിക്കില്ലേ? ഡാൻസ് കളിക്കടാ. ഡാൻസ് കളിക്കുക. ഡാൻസ് കളിക്കുക. എന്താണ് നോക്കണേ? ചെന്നൈ എവിടെയോ കണ്ടിട്ടല്ലോ എന്നുള്ള രീതി നോക്കിയായിരിക്കും. ചെന്നൈ എവിടെയോ അങ്ങനെയല്ലടാ. എവിടെയോ കണ്ട് പരിചയം ഇല്ലേ? എവിടെയോ കണ്ട് പരിചയമുണ്ടോ അവനെ? എവിടെയോ കണ്ടിട്ടുണ്ടോ? ചിരിച്ചു പോയിക്കാണ്. ഫോണിൽ കണ്ടിട്ടില്ലേ? കണ്ണ കണ്ടില്ല.
ചേട്ടാ എടാ മറ്റേ പാട്ട് വെച്ചാ ചെല്ലക്കാറ്റ് ആ പാട്ട് ആ വെച്ചാ. അത് വെക്കി മറ്റേ കൊച്ചു കൊച്ചു സന്തോഷം ഇത് നല്ല രസാ. ഭയങ്കര സുഖമുണ്ടെന്ന് തോന്നുന്നു അയ്യോടാ, ചിരി വെച്ചിട്ട്. ആ ശ്രുതിന് നോക്കിയണ്ടാ ഇതാ, ശ്രുതിയേട്ടനെ കണ്ടോ? ശ്രുതിയേട്ടൻ ഇഷ്ടപ്പെട്ടു. അവനെ എന്നെ കടിച്ചു തിന്നാനുള്ള ഒരു സാധനം വരുന്നുണ്ട് തോന്നുന്നുണ്ട്. കടിച്ചാ വിടില്ല കേട്ടോ. ചോര കൊണ്ടേ അടങ്ങും. അവിടെ കടിക്കും അവിടെ. സാരല്ല, നിന്റെ കടീന്റെ ഒരു പാട് അവനെ കിട്ടും കടിച്ചു നോക്കട്ടെ. കഴിഞ്ഞ അറിയില്ല വിടുന്നതിന് പകരം അത് വേണ്ട. കിട്ടിയോ? ഇല്ലല്ലോ, ചെറുതായിട്ട്. പക്ഷെ കടിച്ചില്ലല്ലോ, കടിച്ചില്ലല്ലോ കണ്ണ. അർക്ക് വരുമ്പോ അവന് സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയാ ചേച്ചി ചെയ്യാൻ പറ്റുക? എന്റെ പെണ്ണിന് വേണ്ടേ? നിന്നെ കൊണ്ടോട്ടെ ഞങ്ങള്. യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടല്ലേ? കാറിലൊക്കെ പോവല്ലേ? യാത്ര ചെയ്യാൻ ഭയങ്കര ആ. ഇഷ്ടമാണ്. കാറ്റ് പോയാലോ നമുക്ക്? കാട്ട് പോവാ നമ്മള്. കാറ്റ് പോവാ. ഇത് കണ്ടിട്ട് കണ്ണാ നോക്കിക്കേ. ആ, ഇതാ, കണ്ണാ, come on, ready, 1, 2, head. ഒന്നുകൂടെ head അടിച്ച്. ചിരിച്ചല്ലോ ആള്. പാട്ട് പാട്ട് കേട്ട് ഇമോഷണൽ ആയതാ കൊച്ചു. കണ്ണ അങ്ങോട്ട് കണ്ണ കണ്ണ ഹെഡ് സ്വാതിക്കുട്ടി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ കണ്ണന്റെ അമ്മയാണ്. അപ്പൊ കണ്ണന്റെ അമ്മ 5 മാസം തൊട്ടിട്ടാണ് കണ്ണനെ. പക്ഷെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണേ ഇവരെന്തൊരു ചേച്ചി ഭയങ്കര ഇൻസ്പിറേഷൻ ആട്ടോ. ഇൻസ്പിറേഷൻ ആണ്. കാരണം എല്ലാരും പെയിൻഫുള്ളി കാണിക്കുന്ന ഒരു സാധനം ചേച്ചി ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് അവനെടുത്ത് ചേച്ചി ചെയ്യുന്ന അവനായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ? നീ എന്താടാ ഉടക്കുന്നത്, ഭയങ്കര കമ്മ്യൂണിക്കേഷൻ വരാതെ നീ മുടയിടാണോ കണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ല. അതെ. അപ്പോ ഒന്നുമല്ല, നിങ്ങളെ ജീവിതത്തിൽ ഇതൊക്കെ ഒരുപാട് സന്തോഷം അതുപോലെ പെയിനും ഒരുപോലെ വരുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഉണ്ടായത്. മോന്റെ ചിരിയും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ ഒന്നുമല്ല, ചേച്ചി ഇപ്പോൾ ഈ നിൽക്കുന്ന വീടും എല്ലാം റെന്റിനും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല. നിങ്ങളൊക്കെ നേരിട്ട് വന്നിട്ട് മോൻ്റെ അവസ്ഥയും സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് വേറെ നിങ്ങളെങ്ങനെ എടുക്കുക ഒന്നും നമുക്ക് ഒന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാനും അറിയില്ല. ഇവിടെ വന്നപ്പോൾ പെയിനും സന്തോഷവും ഒരുമിച്ചാണ്. അപ്പം മോന് നല്ലതാവട്ടെ. അവന് ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു രീതിയിലേക്ക് എത്തി അവൻ ഓടിച്ചാടി നടക്കുന്നൊരു സിറ്റുവേഷൻ നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സ് തട്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെ കൂടെ ഉണ്ടാവണം. ഇത് വേറെ ഒന്നുമില്ല അല്ലേ മോളെ? എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ആളുടെ പോസിറ്റീവ് അത് നമ്മൾ കാണാതെ പോകരുത്. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഇവിടെ വരുന്നവരെ അവന്റെ കൂടെ അവന്റെ ബർത്ത്ഡേ ഞങ്ങളെ എന്റർടൈൻ ചെയ്യുക, അവനെ എന്റർടൈൻ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് പോവാന്നൊക്കെയുള്ള പ്ലാനിൽ തന്നെയാണ് വന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറയുന്നത് മാത്രം. ബാക്കി ചേച്ചി പറഞ്ഞ മാതിരി എന്താ പറയാ, എല്ലാം പോസിറ്റീവ് ആവട്ടെ അല്ലെ കണ്ണാ? ഇടയ്ക്ക് കണ്ണൻ ഇമോഷണൽ ആയി കുറച്ച്.
കണ്ണൻ സെന്റിമെന്റൽ മൂഡിലാണ്. അതുകൊണ്ട് ഞങ്ങൾ കണ്ണനെ എടാ കള്ള നീ അല്ലേ നേരത്തെ കരഞ്ഞത്, ഇപ്പൊ ചിരിക്കുന്നത് നീ. കണ്ണന്റെ ചിരിച്ച മുഖം നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് ഗൈസ്. കണ്ണന്റെ കരഞ്ഞ മുഖം ആരും കണ്ട. അപ്പൊ ഞങ്ങളും ചേച്ചി എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചേച്ചി പറയണ്ട, നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതോടൊക്കെ ശരിയാവും, നോക്കിക്കൊണ്ടു അല്ലേ? എല്ലാം ശരിയാവും, നോക്കിക്കൊണ്ട്, അത് ഉറപ്പാ. ചേച്ചിന്റെ ഇപ്പത്തെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ മുന്നോട്ട് പോകും. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് കേട്ടോ. സത്യം പറഞ്ഞാൽ മറ്റെന്ത് മെഡിസിനേക്കാളും ഗുണം ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം ചേച്ചി അവനോട് കാണിക്കുന്ന ആ ഒരു വേ ആണ്. എല്ലാവരും കണ്ട് പഠിക്കണം ചേച്ചി. ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്കൊരു എനിക്ക് ചേച്ചി സത്യം പറഞ്ഞാല് ഒരു കുഞ്ഞുമാവിനെ പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ചേച്ചി എന്ന് വിളിക്കുന്ന റെസ്പെക്ട്, അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇതോടൊക്കെ നോക്കിക്കൊണ്ടു നമ്മുടെ എല്ലാവർക്കും, നമ്മുടെ മലയാളികൾക്കൊക്കെ ഭയങ്കര ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പെയിനും സന്തോഷമാക്കുമ്പോൾ ഉറപ്പായിട്ടും അടിപൊളിയാവും. നോക്കിക്കൊണ്ട് ചേച്ചി വിഷമിക്കേണ്ട. ഈ വീഡിയോകളൊക്കെ എല്ലാം സെറ്റാവും. ഞങ്ങൾ പോവാണ് ഗൈസ്. നല്ലൊരു ബർത്ത്ഡേ ആഘോഷിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. അപ്പൊ കാണാം, ഒരു ബായ് പറയോ? ഒരു ചാറ്റ ഉണ്ടോ? നമ്മുടെ ഫ്രണ്ട്സിനോട് ഒരു ടാറ്റ പറഞ്ഞേ. ബലം പിടിച്ച് മസിൽ പിടിച്ച് നിൽക്കാനല്ലോ. മസിലൊക്കെ ട്രൈസെപ്സ് ഒക്കെ നല്ല ബലം പിടുത്താണല്ലേ. ഇത് കണ്ണന്റെ കുഞ്ഞി പെങ്ങളാണ്. കണ്ണന്റെ കുഞ്ഞി പെങ്ങള് കണ്ട അവൻ എന്തൊരു കെയറിങ് അല്ലേ? കണ്ണന് ഭയങ്കര ഇഷ്ടല്ലേ? ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അവിടുന്ന് കിട്ടിയത്. ഞങ്ങളെല്ലാവരും ഇവരുടെ കൂടെ നിൽക്കണം, അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ.